2025-26 വർഷത്തിലോട്ടുള്ള CPASന്റെ അപ്ലിക്കേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിനകത്ത് വരുന്ന നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലോട്ട് ഗവൺമെന്റിൽ കീഴിൽ വരുന്ന കോളേജിലോട്ടാണ് നമ്മുടെ CPAS വഴി നമുക്ക് അഡ്മിഷൻ കിട്ടുക. ഈ 10 സ്ഥലങ്ങളിൽ വരുന്ന കോളേജിലോട്ടാണ് CPASന്റെ അണ്ടറിൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലോട്ട് അഡ്മിഷൻ കിട്ടുന്നത്. പുതുപ്പള്ളി, ചെറുവണ്ടൂര്, മണിമലക്കുന്ന്, നെടുങ്കണ്ടം, പാല, പത്തനംതിട്ട, അങ്കമാലി, കൊട്ടാരക്കര, കാഞ്ഞിരപ്പള്ളി, സീതങ്കോട് ഇത്തരം സ്ഥലത്തുള്ള കോളേജസിലോട്ടാണ് നമുക്ക് CPASന്റെ അണ്ടറിൽ അഡ്മിഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സസിനും സെപ്പറേറ്റ് കോളേജസ് ആണ് പറയുന്നത്. ഈ CPASന്റെ അണ്ടറിൽ വരുന്ന കോഴ്സസ് എന്ന് പറയുമ്പോൾ UG കോഴ്സസിൽ BSc നഴ്സിംഗ്, BSc MLT, BPT, അതുപോലെ തന്നെ BSc മെഡിക്കൽ മൈക്രോബയോളജി, BPharm ലാറ്ററൽ എൻട്രി ഇത്രയും കോഴ്സസ് ആണ് UG കോഴ്സ് അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ആയിട്ട് വരുന്നത്. പിന്നെ PG കോഴ്സസും വരുന്നുണ്ട്. LBS അപ്ലിക്കേഷന്റെ സെയിം എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ BSc നഴ്സിംഗിന് കോളേജസ് വരുന്നത് ഈ 9 കോളേജസ് ആണ് CPASന്റെ അണ്ടറിൽ വരുന്നത്. ഗാന്ധിനഗർ, പുതുപ്പള്ളി, പാല, പത്തനംതിട്ട, മണിമലക്കുന്ന്, നെടുങ്കണ്ടം, കൊട്ടാരക്കര, കാഞ്ഞിരപ്പള്ളി, സീതങ്കോട് ഇത്രയും കോളേജസിൽ വരുന്ന സീറ്റ്സിന്റെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റിൽ വരുന്ന സീറ്റ്സും വരുന്നുണ്ട്, അതുപോലെ തന്നെ CPASും വരുന്നുണ്ട്. പകുതി ഗവൺമെന്റും പകുതി CPASും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സീറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് BSc നഴ്സിംഗിന്റെ. പിന്നെ CPASും LBSും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ CPASന് അപ്ലൈ ചെയ്തവർ നിർബന്ധമായിട്ടും LBSന് അപ്ലൈ ചെയ്യണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. രണ്ടും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ LBSനെ പോലെ തന്നെ SC, ST, OEC വിഭാഗക്കാർക്കും അതുപോലെ തന്നെ ഫിഷർമാന് കാറ്റഗറിയിൽ വരുന്നവർക്കൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീ കൺസെഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വിഭാഗക്കാർക്ക് LBS പറഞ്ഞ പ്രകാരമുള്ള ഫീ സ്ട്രക്ചർ ആണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഗ്രാന്റ്സ് സ്കോളർഷിപ്പിനൊക്കെ ഈ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഈ CPASന്റെ അണ്ടറിൽ തന്നെ ഗവൺമെന്റ് സീറ്റിലോട്ടും അതുപോലെ തന്നെ CPAS അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റിലോട്ടും NRI സീറ്റിലോട്ടും ഒക്കെയാണ് അഡ്മിഷൻ വരുന്നത്. അപ്പോൾ 2024 ഒരു മോഡലാണ് ഇപ്പൊ നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ CPASന്റെ അണ്ടറിൽ വരുന്ന കോളേജസിലോട്ട് ഹോസ്റ്റലിൽ തന്നെ നിൽക്കണം എന്നുള്ള നിർബന്ധങ്ങൾ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനി CPASന്റെ അണ്ടറിൽ വരുന്ന BSc നഴ്സിംഗ് കോളേജിന്റെ ട്യൂഷൻ ഫീസ് ആണെങ്കിൽ 83,025 ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ സ്പെഷ്യൽ ഫീസ് എന്ന് പറയുമ്പോൾ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ കോഷൻ ഡെപ്പോസിറ്റും വരുന്നുണ്ട്. ഈ കോഷൻ ഡെപ്പോസിറ്റ് ആണെങ്കിൽ അവർ പഠിച്ചിറങ്ങുന്ന സമയത്ത് അവർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീ ആയിട്ട് പറയുന്നത് 30,300 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ CPASന്റെ അണ്ടറിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ മാത്രം 30,300 രൂപ സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാ വർഷവും 19,300 രൂപയാണ് സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് NRI ഫീ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ NRI സ്റ്റുഡൻസിന് സ്പെഷ്യൽ ഫീ 30,300 അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് 95K ആണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ NRI കോട്ടയ്ക്ക് മറ്റേനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇനി സ്പെഷ്യൽ കാറ്റഗറി അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറിക്കാരുടെ ഫീ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അവർക്ക് അഡ്മിഷൻ ഫീ ആയിട്ട് 1,000 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. കോഷൻ ഡെപ്പോസിറ്റ് 10,000 രൂപയും ഈ 10,000 രൂപ അവർ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് റീഫണ്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ബാക്കി സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിൽ ഇവർക്ക് എന്ത് വരുന്നില്ല, ഫീസ് വരുന്നില്ല. കാരണം ഇവരുടെ ഫീസ് ഗ്രാന്റ്സിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഫീസ് അടച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫസ്റ്റ് ഇയറിൽ ഒഴികെ ബാക്കി ഒരു ഇയറിലും ഫീസ് അടക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഡോക്യുമെന്റ്സിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുതരാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം.